ലക്ഷ്മിക്ക് കണക്കിൽ നിന്ന് ലാലേട്ടൻ നിന്ന് വൃത്തി കിട്ടിയിരിക്കുന്നു. ഒപ്പം ഒന്നും പറയണ്ട. ലാലേട്ടൻ കഴിഞ്ഞ സാറ്റർഡേ പോലെ ഈ സാറ്റർഡേ ലാലേട്ടൻ ഫയർ മോഡായിരുന്നു. ആദ്യം നൈസായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഷാർപ്പായിട്ട് ഒരു ഹൈ പീക്ക് ലെവലിലേക്ക് ലാലേട്ടന്റെ ആ ഒരു ടോക്ക് പോയി. ഫയർ മോഡായിരുന്നു ലാലേട്ടൻ ഇന്ന്. അതുപോലെ തന്നെ ചിലർക്ക് കുറച്ച് ഹിഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ നിന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ആദ്യം തന്നെ ലക്ഷ്മിക്ക് കണക്കിന് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഒരുപാട് കണക്കിന് കുട്ടി ഒരുപാട് നിർത്തി അങ്ങ് പൊരിച്ചു ലാലേട്ടൻ ലക്ഷ്മിയെ. അത് കണക്കായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ലക്ഷ്മി നിന്ന് കത്തിപ്പോയി. സത്യം പറഞ്ഞാൽ അയ്യേന്നായിപ്പോയി. കാരണം അത് ലാലേട്ടൻ തന്നെ ലജ്ജ തോന്നുന്നു നിങ്ങളോട് സംസാരിക്കാൻ എന്ന് വരെ ലാലേട്ടൻ ആ ഒരു ലെവലിലേക്ക് വരെ എത്തി. സത്യം പറഞ്ഞാൽ അട്ടർ ഒരു എന്താ പറയാ ഒരു അഗ്ലി ഫീലിംഗ് ആയിപ്പോയി. കാരണം ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് വീട്ടുകാരും പ്രതികരിച്ചില്ല. എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കണക്കിൽ നിന്ന് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദിലാനി പറയാൻ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും, ഇവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ ഷോ വിട്ട് ഇറങ്ങിപ്പോ എന്ന് വരെ ലാലേട്ടൻ പറഞ്ഞു. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് വരെ ലാലേട്ടൻ പറഞ്ഞു. ആ ഒരു ലെവലിലേക്ക് നല്ല ഫയർ മോഡ് കത്തിയാണ് നിന്നത് ലാലേട്ടൻ. അതും പോരാനിട്ട് ഇവിടെ ആദില ചെറുതായിട്ട് അനുമോക്കിട്ട് ഒരു പണി കൊടുത്തോല്ലേ. കാരണം അനുമോക്ക് ഇതിനെ ഈ കമ്മ്യൂണിറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ആദില ചോദിച്ചപ്പം എനിക്കൊരു അഭിപ്രായമില്ലെന്ന് അനുമോള് പറഞ്ഞു. അപ്പൊ അതിനെ പറ്റിയിട്ട് എല്ലാവരും കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണ് അനുമോൾക്ക് അഭിപ്രായമില്ലെങ്കിൽ അനുമോൾ അത് പറയണ്ട. അതിനെ പറ്റിയിട്ട് എന്തിനാണ് അനുമോളെ വെച്ച് ഇങ്ങനെ ഒരു എടുത്തിടേണ്ട കാര്യം എനിക്ക് പേഴ്സണലി മനസ്സിലായില്ല. പിന്നെ ഒനീലിന്റെ അടുത്ത് ലക്ഷ്മി പോയി മാപ്പ് പറഞ്ഞു ഇന്നലെ. ഒനീലിന്റെ അടുത്ത് പോയി മാപ്പൊക്കെ പറഞ്ഞു. പക്ഷെ ഒനീൽ അക്സെപ്റ്റ് ചെയ്തില്ല. ഒനീൽ കണക്കിന് കൊടുത്ത് വിടുന്നുണ്ട്. നാളെ ഒനീലിന്റെ ആ ഒരു വിഷയം നാളെ സംസാരിക്കും. അപ്പൊ മിക്കവാറും ലക്ഷ്മി കണക്കിന് കിട്ടും, അത് വേറെ കാര്യം. ഇനിയും കിട്ടുമായിരിക്കും. പിന്നെ അക്ബറിന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ആദിലങ്ങോടെ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് അക്ബറിന്റെ ഉമ്മ വിളിച്ചിട്ട് അക്ബറിന്റെ ഉമ്മ ഇതുപോലെ ഇവരെ അടുക്കല്ലെന്ന് പറഞ്ഞ് അതുവരെ എടുത്ത് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഫയർ മോളിൽ വൃത്തിയെ കൊടുത്തു. നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഇത് കേട്ടോ എന്ന് വരെ പറഞ്ഞ് ലാലേട്ടൻ വൃത്തിയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കിനെ റിലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സർക്കസ് നന്നായിരുന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മെയിൻലി ആ വീഡിയോ കാണിക്കുക, അതൊക്കെയായിരുന്നു. ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിന്റെ വീഡിയോ കാണിക്കുക, കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ കാണിക്കുക. ഇതിനിടയ്ക്ക് ബിന്നിയും ആരും തമ്മിലൊരു വഴക്കുണ്ടായി. അതായത് ആരും ജിസയിലെ ഹെൽപ്പറാണെന്ന് ബിന്നി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് എന്താണ് ഒരു കഥ പറയൽ ടാസ്ക് എപ്പോഴും എല്ലാ സീസണിലുള്ള ക്ലീഷ്യ ടാസ്ക് ആണ്. ഒരു കഥ പറഞ്ഞ് മെമ്മറി ടെസ്റ്റ് ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം ഉണ്ടായി, ഇന്നുണ്ടായി. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഇതിനെ പറ്റിയിട്ട് അക്ബറിനെ അനുമോളിനെ കേസ് എടുത്തിട്ടെങ്കിലും അത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടനെ എടുത്ത് കളഞ്ഞു. കാരണം അതിൽ പക്ഷെ അനുമോൾക്ക് ഒരു ഹിന്റ് ഉണ്ടായിരുന്നു, വേണ്ടാത്ത വള്ളി പിടിക്കാൻ പോലെന്ന്. എന്താണ് കണ്ടന്റ്, അതായത് വേണ്ടാത്ത കണ്ടന്റ് വേണമെന്ന് ലാലേട്ടൻ ഹിന്റ് അനുമോക്ക് കൊടുത്തു. എന്താണ് കണ്ടന്റ് എന്നൊക്കെ ചോദിച്ച് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. ജയിലിൽ കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് ഇവര് പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞപ്പം അത് നിങ്ങളതിനെ കേൾക്കാൻ പോലെ നിങ്ങളത് കേൾക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് അനുമോളടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം സുഹൃത്ത് ബന്ധത്തെ പറ്റി പക്ഷെ അനീഷിന് അവിടെ കൊടുത്തൊരു ഹിന്റാണ്. അനീഷിന് ഒരു ഫാൻ ബേസ് ഉണ്ട്, അനീഷിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ഒരു ഹിന്റ് ലാലേട്ടൻ അനീഷിന് കൊടുത്തതാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. അതിന് വേണ്ടിയിട്ട് അനീഷും ഷാനവാസും കോംബോ പിടിച്ചു, അനുമോൾ ആദില നൂറ കോംബോ പിടിച്ചു, ജിസയിൽ ആര്യൻ കോംബോ പിടിച്ചു, അക്ബർ ഇവരെയൊക്കെ പിടിച്ച് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അക്ബറും പിന്നെ സേവ്ഡ് ആണെന്ന് പറയുന്നു. ഒനീലിന്റെ കേസ് നാളെ സംസാരിക്കാം, അത് കുറച്ച് ആലോചിച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. ലാലേട്ടൻ പോകുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. എനിവേ ഇത് എന്താണ്, ഇന്ന് നല്ല കട്ട ഫയർ മോഡായിരുന്നു ലാലേട്ടൻ്റെ. അനുമോൾ നമ്മുടെ മെയിൻലി നല്ല കണക്കിന് കിട്ടുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിക്ക്. ലക്ഷ്മി പക്ഷെ അനുമോളിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ അനുമോളിന്റെ സ്റ്റാൻഡാണ് ലക്ഷ്മിക്ക്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അനുമോളിന്റെ അതേ സ്റ്റാൻഡാണ് ലക്ഷ്മി ഈ ആഴ്ച എടുത്തത്. അതായത് എനിക്ക് എന്റെ നോർമലൈസേഷൻ ചെയ്യാൻ നോക്കുന്നത് അങ്ങനെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി സെയിം സ്റ്റാൻഡിൽ നിന്നും സോറി ഒന്നും പറയാൻ ലക്ഷ്മി പോയില്ല. എല്ലാവരും എതിർത്തിട്ട് പോലും ഒരു കാര്യം ലക്ഷ്മി പറയാൻ പോയില്ല. സോറി ഒന്നും നമ്മുടെ ലക്ഷ്മി പറയാൻ പോയില്ല. ഒരേ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. എനിവേ നാളെ ഒനീലിന്റെ കേസിൽ ലക്ഷ്മിക്ക് എന്താണ് കിട്ടുന്നത്? ശരിക്കും പറഞ്ഞ ഒരു യെല്ലോ കാർഡ് കിട്ടേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ അതൊന്നും കൊടുത്തില്ല. കാരണം എന്താണെന്ന് മനസ്സിലാകുന്നത്. യെല്ലോ കാർഡ് കിട്ടേണ്ടതായിരുന്നു. ഈ ഒരു പരാമർശം നടത്തിയതിന് ഒരു യെല്ലോ കാർഡ് അതിന് കിട്ടേണ്ടതായിരുന്നു.
ഇനി അതൊന്നും കിട്ടിയില്ല. അപ്പൊ ഇനി നാളെ എവിക്ഷൻ ഉണ്ട്. എവിക്ഷനിൽ ഇപ്പൊ അക്ബറും വിനീസ് എവിടെ നാളെ ബാക്കിയുള്ളവരുണ്ട്. ഇതിലിപ്പം പ്രവീണും മസ്താനിയാണ് എവിക്റ്റഡ് എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം എന്തായിരിക്കും നാളെ നടക്കുന്നതെന്ന്. ഒനീലിന്റെ കേസിൽ എടുക്കുന്ന ലാലേട്ടന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും. ഒനീൽ നിരപരാധി എന്ന് ഓൾറെഡി തെളിഞ്ഞു, എന്നാലും ലാലേട്ടന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും നമുക്ക് നോക്കാം. സോ എനിവേ താങ്ക് യു ഓൾ. അപ്പോ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.